ഫീൽഡ് ഇൻട്രസ്റ്റിംഗ് എല്ലാ ഫോളോവേഴ്സിനും അറിയില്ല, എൻ്റെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ഗര, നിങ്ങൾ എങ്ങനെ ഇത്രയും സൂപ്പർ ആയിരുന്നു? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. This could be good for me. Lately I was feeling. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു Q&A വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ദിവസമല്ല, മാസങ്ങളായിട്ടുണ്ട് Q&A സെക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ സ്റ്റോറി ഇട്ടു, അതുപോലെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. ഓക്കെ, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 9-10 ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ സോർട്ട് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയ്ക്ക് പോകും. ഇത് എഴുതിയിട്ട് ഇതിലിട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഒരു ബൗൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബൗൾ തിരഞ്ഞിട്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ എടുക്കാം. പിന്നെ ഫോണിൽ നോക്കുകയാണെന്ന് വെച്ചാൽ അമ്മേൻ്റെ ഫോൺ എടുക്കേണ്ടി വരും. അപ്പോൾ കോള് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വന്നിട്ട്, മീൻസ് എൻ്റെ ജോബ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ, എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, വേറെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ സെൽഫായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം. മീൻസ് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് തന്നെ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ട്. മേ ബി ലാഗ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ ആൻഡ് ഡ്രസ്സ്? അടിപൊളി ക്വസ്റ്റ്യൻ. എൻ്റെ റീസെൻ്റ്ലി ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് റിക്കർ ഫാഷൻ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതായിരുന്നു. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഷോളൊക്കെ വരുന്നുണ്ട് ഇതിന്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലാക്ക്, വയലറ്റ്, പിങ്ക്, ഇതൊക്കെ എനിക്ക് ഫേവറേറ്റ് കുറേ ഉണ്ട് കളറൊക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് അതെ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഫീൽഡ് തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്. മീൻസ് ഇതിൽ ഞാനിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്കൊരു മടുപ്പ് വരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കാനും ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. എന്തായി തീരുമെന്ന് നമുക്കറിയില്ല, കണ്ട് തന്നെ അറിയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ അല്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര സന്തോഷമായത് കുറേ തമിഴ് ഫാൻസ് എനിക്ക് ഉണ്ട് എന്നാണ്. സോ സന്തോഷം. അപ്പോൾ അവർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഉന്നോട് ഡ്രീം ടൂറിസ്റ്റ് പ്ലേസ്. എനിക്ക് കാശ്മീർ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നില്ലേ, അങ്ങനെ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടം. കേരളത്തിൽ തന്നെ കേരളത്തിലല്ല, മലപ്പുറത്തിന് ഫുള്ള് സ്ഥലത്ത് പോയിട്ടില്ല. പക്ഷെ നമുക്ക് എന്തും ആഗ്രഹിക്കാമല്ലോ. സോ എനിക്ക് കാശ്മീരാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, നിങ്ങൾ എങ്ങനെയാ ഇത്രയും സൂപ്പറായത്? ഇത്രയും സൂപ്പറാണോ? ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഞാൻ സെൽഫ് ലവ് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മേ ബി സൂപ്പറായിരിക്കാം. എനിക്ക് സത്യം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മൾ ഓരോ ആൾക്കാരും കാണുന്ന ഡിഫറെൻറ്റ് വ്യൂവിലായിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് ഞാൻ നല്ലതായിരിക്കാം, ചില ആൾക്കാർക്ക് ഞാൻ സൂപ്പർ അല്ലായിരിക്കാം, അങ്ങനെയൊക്കെ. ബട്ട് ഞാൻ ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടിരിക്കും നമ്മൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച വ്യക്തിക്ക് ഞാൻ സൂപ്പറായിരിക്കാം. ബട്ട് വേറൊരാളെന്ന് നോക്കി കാണുമ്പോൾ ഏതാ ഇവിടെ അങ്ങനെ ഒരു ഇത് വരായിരിക്കാം. ബട്ട് എൻ്റെ ഇതിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. അങ്ങനെ ഞാൻ സൂപ്പറായിട്ട് മാറുന്നു. എനിക്ക് അങ്ങനെ റിപ്ലൈ തരാൻ പറ്റുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഫസ്റ്റ് Q&A ആണ്. എനിക്ക് ഒരു ക്വസ്റ്റ്യന് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഫേവറേറ്റ് കളർ ഡ്രസ്സ് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വേഗം പറയും. ഹൗ ഡു യു ഗോട്ട് ദിസ് മച്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്? ഇത് എനിക്ക് വായിക്കാനേ പറ്റുന്നില്ല, കാരണം ഫ്ലാഷ് അടിച്ചിട്ട്. ഓക്കെ, ആറ്റിറ്റ്യൂഡ്
അയ്യോ എനിക്ക് ചിരി വരുന്നു. ആറ്റിറ്റ്യൂഡ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ആറ്റിറ്റ്യൂഡ് മീൻസ് നിങ്ങളിപ്പോൾ എൻ്റെ ഇതിൽ കാണുന്ന എൻ്റെ പോസ്റ്റ് വീഡിയോസ് അതൊക്കെ കണ്ടിട്ടൊക്കെ ചോദിക്കുന്നത്. എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ അടിപൊളിയായിട്ട് പോസ്റ്റ് ചെയ്യും. അത് ഞാൻ ഓപ്പണായിട്ട് പറയാം. എനിക്ക് എൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ആറ്റിറ്റ്യൂഡ് ഇടാൻ പറഞ്ഞാൽ ഞാൻ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ചുകൂടി സ്യൂട്ടായിട്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഇപ്പം നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുകയാണെങ്കിലും എൻ്റെ ഫേസിൽ അധികം ഒരു ആറ്റിറ്റ്യൂഡായിട്ടുള്ളൊരു പോസാണ്. സോ ഇങ്ങനെ കിട്ടിയെന്ന് അങ്ങനെയൊന്നുമില്ല, നമ്മളിങ്ങനെ ഓരോ പോസ് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന അത്രേ ഉള്ളൂ. പിന്നെ ക്യാരക്ടർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്നതാണെന്നില്ല. ഞാൻ ഭയങ്കര പാവമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇത് കാണുന്ന എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ പാവാണോ അല്ലേ. പിന്നെ അതേമാതിരി ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എൻ്റെ പേര് സ്നേഹ, ഇനീഷ്യൽ കെ, സ്നേഹ കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു ഡാൻസർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പ്രൊഫഷണലി ഞാൻ ഡാൻസർ അല്ല. പിന്നെ നമ്മളിങ്ങനെ ചില റീൽസൊക്കെ കണ്ടിട്ട് കുറേ ടേക്കൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഡാൻസ് പോസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഡാൻസ് കളിക്കുന്നത്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. പ്രൊഫഷണൽ ഡാൻസർ അല്ല, ബട്ട് എനിക്ക് ഡാൻസ് അറിയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരും നോട്ടീസ് ചെയ്യാത്ത ഹിഡൻ ടാലൻറ്റ്. ആരും നോട്ടീസ് ചെയ്യാത്ത ടാലൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് എനിക്ക് ചെറുതായിട്ട് പാട്ട് പാടാൻ അറിയാം. അതെൻ്റെ എല്ലാ ഫോളോവേഴ്സിനും അറിയില്ല, എൻ്റെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആരും നോട്ടീസ് ചെയ്യാത്ത അങ്ങനെയൊന്നുമില്ല. ഫേവറേറ്റ് ഗെയിം, ഞാൻ ഗെയിം കളിക്കാറില്ല. ഞാൻ ഇതുവരെ ഗെയിമൊന്നും കളിച്ചിട്ടില്ല. അതായത് പണ്ടൊക്കെ ഇങ്ങനെ എന്താ ഇപ്പോൾ ഗെയിം കളിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. എത്രയോ കാലമായി ഗെയിം കളിച്ചിട്ട്. എനിക്ക് ഗെയിം കളിക്കാനൊന്നും ഇഷ്ടമില്ല. എനിക്കുള്ള സമയത്ത് കുറച്ച് റീൽസ് കാണുക, യൂട്യൂബിൽ ആരുടെയെങ്കിലും വ്ളോഗ് കാണുക, അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. റൈറ്റ് യുവർ ക്രഷ് നെയിം. എനിക്ക് ക്രഷ് എന്ന് പറഞ്ഞാൽ രശ്മിക എനിക്ക് എൻ്റെ ക്രഷിലുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ബിഗ് ബോസിൽ അർജുന് ചെറുതായിട്ടൊരു ക്രഷൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം എനിക്കങ്ങനെ ക്രഷ് തോന്നിയിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഗേൾസിൻ്റെ റീൽസ് കാണുന്ന സമയത്ത് നമുക്ക് അവരോട് ചെറുതായിട്ട് ക്രഷ് തോന്നും. അത് ഞാൻ ലെസ്ബിയനായിട്ടൊന്നും ഇല്ലിട്ട്. നമുക്കിപ്പോൾ സത്യം നമ്മുടെ ഇവളില്ലേ, ആരെ അറിയാം, അനുപമയില്ല, എന്താ അപർണ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആൺകുട്ടികളെക്കാളും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നോക്കുന്നത് നമ്മൾ പെൺകുട്ടികളെ. കാരണം അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാം നോക്കുകയാണെങ്കിൽ അടിപൊളി. എനിക്ക് അധികം ക്രഷ് തോന്നിയിട്ടുള്ള ഗേൾസിനോടാണ്. ജെൻസ് ഞാൻ പറഞ്ഞില്ല, അർജുനോട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഇപ്പോൾ വിജയ് ദേവരക്കൊണ്ട അതെനിക്ക് എൻ്റെ ക്രഷുള്ള ഒരാളാണ്. എനിക്കങ്ങനെ ഒരുപാട് ക്രഷൊന്നുമില്ല. അത് എനിക്ക് ഭയങ്കര ഇതായിട്ട് അങ്ങനെയൊന്നുമില്ല. 3 things that make you smile. എന്നെ ചിരിപ്പിക്കുന്ന 3 കാര്യങ്ങൾ, എന്നെ സന്തോഷിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. അങ്ങനെ ചോദിച്ചാൽ ഫുഡ് എനിക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഫേസിൽ ഈ ഒരു ചിരി വരും. പിന്നെ അതുപോലെ പിന്നെന്താ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അതായത് റീൽസ് എടുക്കുക, അത് റീൽസ് എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അത് ഒടുക്കത്തെ ഫീലാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 3 ഇപ്പോൾ ഇത്. രണ്ടാമത്തേത് എനിക്ക് യാത്ര പോകുന്നത് ഭയങ്കര ഇഷ്ടം. ട്രിപ്പ് പോകുന്നത്, പക്ഷെ ഞാൻ പോവാറില്ല, അതാണ് സത്യം. എവിടേക്കും പോവാറില്ല. ട്രിപ്പ് പോകുന്നത് എനിക്ക് നല്ല ഇഷ്ടം. നമ്മൾ ഭയങ്കര ഒരു കാം ആൻഡ് ഫീൽ, നല്ല രസം. ട്രിപ്പ് പോകുന്നത് അത് വേറെ വൈബാണ്. നമ്മുടെ വൈബിനനുസരിച്ചുള്ള ആൾക്കാരുടെ കൂടെ പോവുകയാണെങ്കിൽ അത് എക്സ്ട്രീംലി വൈബായിരിക്കും. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ ഓർ ഡാൻസ്, ഇത് രണ്ടും ഉണ്ട്. ഡാൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടണം, മീൻസ് നമുക്ക് ഡാൻസ് ചെയ്താലോ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അത് എപ്പോഴെങ്കിലുമൊക്കെ ഡാൻസിന് താല്പര്യം വരുള്ളൂ. കോണ്ടന്റ് ക്രിയേഷൻ ആണ് എൻ്റെ കുറച്ചുകൂടെ മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ രണ്ടും അങ്ങനെ ഒന്നും മാത്രം പറയാനില്ല, രണ്ടും. ഈശ്വര ഈ വീഡിയോക്ക് കിട്ടിയാൽ മതിയായിരുന്നു നല്ല രീതിയിൽ. ആലപ്പുഴയിൽ എവിടെയാ വീട്? ആലപ്പുഴയിലല്ല, ഞാൻ മലപ്പുറത്താണ്. ഓക്കെ ചേട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യോ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുള്ളൂ ഗൈസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഹോം ടൂർ ചെയ്യാം. ഇത് ഞാൻ ചെയ്യാം കേട്ടോ. ഹോം ടൂർ ഞാൻ ചെയ്യാം. നമുക്ക് പറ്റുന്നൊരു ഡേ ഞാൻ ചെയ്യാം. ഹോം ടൂർ പ്ലസ് നമ്മൾ കുറച്ച് ഡേ ഇൻ മൈ ലൈഫ്, അതുപോലെ നമ്മൾ കുറച്ച് ചാലഞ്ചിങ് ഒക്കെ ആയിട്ട് വരുന്നതാണ്.
ഫുഡ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ. അതിന് കുറച്ച് ചേച്ചിമാരൊക്കെ വരണം, അപ്പോഴേ കുറച്ചൊരു സെറ്റ് ആവുള്ളൂ. അവരൊക്കെ വന്നിട്ട് നമ്മൾ ഓരോ ചാലഞ്ചിങ് വീഡിയോ ചെയ്യുന്നതാണ്. ബെസ്റ്റ് പിക്ക് എന്ന് ചോദിച്ചാൽ ഞാനൊരു വൈറ്റ് ഡ്രസ്സിൽ ഇട്ടൊരു പിക്ക് ഞാനിവിടെ കാണിക്കാം. എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പിക്കാണ്. പിന്നെ ഈ ഡ്രസ്സിൽ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട്, റീൽസ് അല്ല പിക്കല്ല ചോദിച്ചാൽ. അപ്പോൾ ഈ ഡ്രസ്സിൽ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ ഫേവറേറ്റിൽ വരുന്നതാണ്. യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയുള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ട്. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ദി സീക്രട്ട് ഓഫ് യുവർ ഹെയർ? ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ മുടി ഞാനിപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്തതാണ്. ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഇപ്പോൾ 6 months ആവുന്നു. അതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മുടി കെട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല ശ്രദ്ധിക്കണം. അതൊന്നും ഇപ്പോൾ വല്ലാതെ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടോ, ഇവിടെ കണ്ടോ, എന്താ ഇങ്ങനെ വരുന്നത്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ ഇടയ്ക്കൊന്ന് സ്പാ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇപ്പോഴത്തെ എൻ്റെ മുടീൻ്റെ സീക്രട്ട് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തിട്ടാണ് കേട്ടോ. അതിന് മുമ്പത്തെ മുടി എനിക്കിഷ്ടമായിരുന്നു, പിന്നെ ഞാൻ ആരൊരു ചേഞ്ച് ആഗ്രഹിക്കാതെ അതുകൊണ്ട് ചെയ്തതാണ്. എന്താ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ട് എനിക്ക് തന്നെ വായിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രോമിസ് തരുമോ ആരുടെയും ആഡ് ചെയ്യൂലാണ്. ഈ ചേട്ടന് ഞാൻ ജീവിച്ചു പോകുന്നത് പറ്റില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്, എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള ആ ക്യാഷ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് മാത്രം കിട്ടിയിട്ടില്ല, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിനും കൂടെ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷെ രണ്ടും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് എനിക്ക് അതൊക്കെ വാങ്ങാൻ പറ്റിയതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പ്രൊമോഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊമോഷൻസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ വെറുതെ ഇൻസ്റ്റയിൽ റീൽസ് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ച് പ്രൊമോഷൻസും കൂടെ കിട്ടിയാലേ നമ്മൾ ഇൻസ്റ്റയിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്നതിനൊരു അർത്ഥമുള്ളൂ. സോ പ്രൊമോഷൻസ് കിട്ടണം, അത് കിട്ടാതെ അതൊന്നും ഞാൻ ചെയ്യാതിരിക്കില്ല, പ്രോമിസ് ഒന്നും തരത്തില്ല. ഓക്കെ. ക്രഷ് തോന്നിയിട്ടുണ്ട്? ഓഫ് കോഴ്സ്, നമ്മളൊക്കെ മനുഷ്യന്മാരില്ല, ക്രഷൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷെ അങ്ങനെ ഒരുപാട് ക്രഷൊന്നുമില്ല. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ബിഗ് ബോസിൽ അർജുന് അവന് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്നല്ല രശ്മിക വിജയ് ദേവരക്കൊണ്ട, ഇവരോടൊക്കെ ജസ്റ്റ് ക്രഷുള്ള അങ്ങനെ ഒരുപാട്. അയ്യോ അവരെൻ്റെ ജീവൻ അങ്ങനത്തെ ഒന്നുമില്ല. ഫേവറേറ്റ് പിക്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വേർ ഡു യു ഫീൽ ദി മോസ്റ്റ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അവിടെ എൻ്റെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി എൻ്റെ കംഫർട്ട് സോണിൽ വരുന്ന കുറച്ച് പേര്, അവിടെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ. നെക്സ്റ്റ് വരുന്നത് കേരള ഗേൾസ് ആർ സോ ബ്യൂട്ടിഫുൾ. അത് നമ്മുടെ കേരളത്തിലെ ഗേൾസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് കാണുന്ന കേരള ഗേൾസും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു നമുക്ക് മാത്രമായിട്ടുള്ളൊരു പ്രത്യേക കഴിവാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഫേവറേറ്റ് ആക്ടർ ഇൻ തമിഴിൽ ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരുപാട് ഫേവറേറ്റ്സ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് വിജയിനെ ഇഷ്ടമാണ്, സൂര്യനെ ഇഷ്ടമാണ്. ദാറ്റ്സ് ഓൾ. നൈസ് ഹോം. താങ്ക് യു സോ മച്ച്. ആ ഒരു കമൻറ്റ് ഇട്ടതിന് താങ്ക് യു സോ മച്ച്. മാരേജ് ചോദിച്ചിട്ടുണ്ട് ഒരു ചങ്ങായി. മാരേജ് ഒന്നും ഇപ്പം അടുത്തില്ല, ഞാനിപ്പോൾ കുറച്ച് സിംഗിളായിട്ടൊന്ന് എൻജോയ് ചെയ്യട്ടെ, എന്നിട്ട് നമ്മൾ മാരേജ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ചേച്ചിയുടെ മാരേജ് ഉണ്ട്. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്ന് സെറ്റായിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ കല്യാണം കഴിക്കുള്ളൂ. ഓക്കെ. കുറിച്ച് വന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം, എനിക്ക് ആ പടം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ കുറേ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ റിവ്യൂവും കാര്യങ്ങളും കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എല്ലാവരും പറഞ്ഞു എൻ്റെ അമ്മ ഇജാതി പടം ഇത്രയും കാലത്തിനിടയ്ക്ക് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര ലാഗ് അടിക്കുന്ന ഒരു പടമായിരുന്നു, ഒരു സുഖമില്ല. ടില്ലി. പിന്നെ നിവിൻ പോളി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിവിൻ പോളി വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണർന്നു. പക്ഷെ നിവിൻ പോളി ഒരു മോളെ കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ലവ് ആക്ഷൻ ഡ്രാമയിൽ അവൻ്റെ അഭിനയം പോലെ തോന്നി. എനിക്കിഷ്ടപ്പെട്ടില്ല. അതൊക്കെയാണ് കാരണം.
നെക്സ്റ്റ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഫേവറേറ്റ് സോങ്. തമിഴിലെ ഫേവറേറ്റ് സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ഞാൻ പാടിത്തരാം. മുൻപേ വായും പൻപേ വാ പൂപ്പൂവായി പൂപ്പൂവാ മുൻപേ വായും പൻപേ വാ. ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡെയിലി കേൾക്കാറുണ്ട്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കാരണം ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വന്നിട്ട് എൻ്റെ ജോബിൻ്റെ ആണെങ്കിലും ഞാനിപ്പോൾ ചെയ്യുന്ന വർക്ക് ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, എല്ലാത്തിനും ഒന്ന് സെറ്റായിട്ട് ഇപ്പോഴേ നമ്മളിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ജോബാണെങ്കിൽ എന്താ പഠിക്കുന്നതിനൊക്കെ നമ്മളൊന്ന് സെറ്റ് ആവട്ടെ എന്നിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. സോ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെറിയ Q&A ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കോണ്ടന്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്തേക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.